അങ്ങനെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് നാസ്തയ്ക്കുള്ളൊരു പരിപാടി. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ഗ്രോസറി കയറി നാസ്തയ്ക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങി ഞങ്ങളങ്ങനെ ആ ഷോപ്പൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വണ്ടി കയറി. ഇപ്പോൾ കരീമൊക്കെ പറഞ്ഞു എനിക്കൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ തൊട്ടടുത്തുള്ള ഈന്തപ്പഴത്തോട്ടത്തിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഈന്തപ്പഴത്തിലെ തോട്ടത്തിലെ ഈന്തപ്പഴം മൊത്തം ഇരുന്ന് വാരി വരച്ച് അടിച്ചിട്ട് പറയും നമുക്കിനി അടുത്ത ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാവുലൊക്കെ നൈസായിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും വീഡിയോ എടുത്ത് കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബിദിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മസറയിൽ പോയതാണ്. കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒമാനിൻ്റെ അടുത്ത് തന്നെ ബിദിയ എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ നൈസായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം കാണാം വീണ്ടും പറഞ്ഞു എടാ എനിക്കൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു എടാ എനിക്ക് വിശക്കുന്നു. അങ്ങനെ വിശക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല, നമുക്ക് നേരെ പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ പള്ളിയിൽ കയറി. പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഇബ്രയിൽ ഒമാനിൻ്റെ അടുത്ത് തന്നെയുള്ള ഇബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് മധുകൂത്താണ്. മധുകൂത്ത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിയിരുന്നു. ആ കയറിയിരുന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നൈസായിട്ട് ഫുഡൊക്കെ അടിച്ച് ജോലിയായിട്ട് നേരെ ഞങ്ങൾ ചെന്നത് നേരെ റൂമിലേക്ക്.